Hello dear students, welcome back. അപ്പോൾ നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കാൻ പോവാണ്. അടുത്ത സെഷനിൽ നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. രണ്ടെണ്ണം മിനിമം കവർ ചെയ്താൽ നമ്മൾ സക്സസ് ആണ്. കാരണം 10 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു ഓവറോൾ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയും അല്ലേ. അതിൽ ഒരു 1-2 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം മക്കളെ. പ്രീവിയസ് ചാപ്റ്ററിൽ തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് 1-3 ക്വസ്റ്റ്യൻസും കൂടി അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ കൂടി ഡിസ്കസ് ചെയ്യാണ്. പെട്ടെന്ന് നോക്കുക കേട്ടോ. ലിസൺ എടാ, write down the equation for moment of inertia of a disk passing through its center of mass and perpendicular to disk. Simple question ആയി നമുക്ക് ഒഴിവാക്കാം. Find moment of inertia of disk tangential to surface and parallel. ഇങ്ങനെ ഇതിലുള്ള ഡിസ്ക് ആണ് സാധനം. ഈ ആക്സിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. അത് നമുക്ക് നൈസായി എന്ത് ചെയ്യാം, ഒഴിവാക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓക്കെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒഴിവാക്കാം. Now in the absence of external torque dash of an isolated system means എന്താണ് ടോർക്ക് ഇല്ല എങ്കിൽ എന്താണ് കോൺസ്റ്റന്റ് ആവല്? ആംഗുലാർ മൊമെന്റ് ആണ് കോൺസ്റ്റന്റ് ആവല്. ഓക്കെ, അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിയേ, why planets move faster at near region of sun and slower when they are far away. ഇത് സൺ ആണെന്ന് വിചാരിക്കും. സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ആര് കറങ്ങുക? നമ്മുടെ പ്ലാനറ്റ്സ് കറങ്ങുക. അപ്പൊ ഈ പ്ലാനറ്റ്സ് സണ്ണിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കൂടും. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ മക്കൾ എന്താ പറയേണ്ടത്? നൗ ലിസൺ, ഇവിടെ സണ്ണിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാനറ്റ് ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് എന്താ? കൂടുതലാ. അപ്പൊ ഈ പ്ലാനറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ? കൂടുതലാ. അപ്പൊ അതിന്റെ ഒമേഗ എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ പ്ലാനറ്റ്സ് ഇവിടെ എത്തുന്ന സമയത്ത് ഡിസ്റ്റൻസ് എന്താ? ആക്സിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും. അതുകൊണ്ട് ആംഗുലാർ വെലോസിറ്റിയും കൂടും. അപ്പൊ എന്തുകൊണ്ടാണ് പ്ലാനറ്റ്സ് ആരെടുത്തുന്നത്? സണ്ണിന്റെ അടുത്തായിരിക്കുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കൂടുന്നത്? അതിന് കാരണം എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുന്ന സമയത്ത് ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും മക്കളെ? ഇൻക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇനി അടുത്ത ഇത് ശരിക്കും ഗ്രാവിറ്റേഷനിലെ കെപ്ലേഴ്സ് ലോ എന്നൊരു ലോ ഉണ്ട്. ആ ലോ വെച്ച് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ചാപ്റ്റർ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ ഈ രീതിയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ മക്കളെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും, അപ്പോൾ ഒമേഗ കൂടും. അതാണ് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവേണ്ടേ. ഫുൾ മാർക്ക് സാധനം കിട്ടും. ഈ ഫിഗർ ഒന്ന് വരച്ചു വെക്കുക, എലിപ്സ് വരയ്ക്കുക. അതിന്റെ ഒരു ഫോസൈൽ ആരുണ്ടാവും മക്കളെ? നമ്മുടെ സൺ ഉണ്ടാകും. സണ്ണിനെ കാണിക്കുക, പിന്നെ പുറത്ത് ആരെയും കാണിക്കുക, പ്ലാനറ്റിനെയും കാണിക്കുക, അകലത്തിലും കാണിക്കുക, അടുത്തും കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ലിസൺ. ആരും വെയിറ്റ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് സമയമില്ല. അപ്പൊ മാക്സിമം സമയത്തിൽ മീൻസ് കിട്ടിയ സമയം നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് കിട്ടിയ അത്രയായില്ല മക്കളെ. അങ്ങനെ ചിന്തിക്കുക. എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം എന്ന് വെച്ചാൽ, ഞാൻ ഈ സ്പീഡിൽ പോകുന്നത് എന്താ അറിയോ? എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് 1 മിനിറ്റ് പോലും വേസ്റ്റ് ആവരുത്. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത എനർജി ഉപയോഗിച്ച് സ്പീഡിൽ എടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് പൂതിയായിട്ടല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ റിലാക്സ്ഡ് ആയി നിന്നുകൊണ്ട് പതുക്കെ മക്കളെ ദ സെന്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ബി എ പോയിന്റ് ഔട്ട് അങ്ങനെ എടുക്കുകയാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ഞാൻ സ്പീഡിൽ എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. അപ്പൊ അവർക്ക് ടൈം വേസ്റ്റ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. സൊലിസൻ അപ്പൊ എന്താണ്? ക്യാൻ സെന്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ബി എ പോയിന്റ് ഔട്ട്സൈഡ് ദ ബോഡി? ഒരു ബോഡിന്റെ സെന്റർ ഓഫ് മാസ് പുറത്ത് വരുമോന്ന്? വരും. റിങ്ങിന്റെ സെന്റർ ഓഫ് മാസ് വായുവിലാണ് ഉണ്ടാവുക. ഇവിടെ റിങ്ങിന്റെ സെന്റർ ഓഫ് മാസ് എയറിലാണ് ഉണ്ടാവുക. ഓക്കെ, വരുമോ? യെസ്, വരും. ഒരു എക്സാമ്പിളും കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് എന്താ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫൈൻ മൊമെന്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ വേറെ ഏതെങ്കിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ഓഫ് ഓൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യുക. Derive an expression to find moment of inertia of a disk about 1 of its diameter. ഡിസ്കിന്റെ ഡയമീറ്റർ കാണണം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് കണ്ടാൽ മതി. ക്ലിയർ, സിമ്പിൾ. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഷോ ദാറ്റ് tau is equal to dl by dt. Rate of change of angular momentum. ടോർക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം എന്നുള്ളത് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഷോ ദാറ്റ് എന്നാ പറഞ്ഞല്ലേ. അപ്പൊ എന്താ മക്കളെ, അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാം? ലിസൺ, അത് നമുക്ക് അങ്ങനത്തെ പറഞ്ഞു. എന്താണ്? L is equal to R cross P. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യും. dl by dt is equal to d by dt of R cross P. dl by dt is equal to R cross dp by dt plus
dr by dt cross p, that is equal to dp by dt force ആണ്, so r cross f plus velocity cross p എന്നാകും, ഇത് 0 ആകും, so dl by dt is equal to r cross f is tau, so tau എന്ന് കിട്ടി. ഇതാണ് ഇത് നമ്മൾ പഠിച്ചതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേഗം സ്പീഡിലേക്ക് പോയത്. അടുത്ത് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. L ആണ് ആംഗുലാർ മൊമെന്റം, അതിന്റെ കൺസർവേഷൻ ലോ സ്റ്റേറ്റ് ചെയ്യാൻ എന്താ? If there is no net external torque on a body, the angular momentum of body will be conserved. Simple. അടുത്ത് write an example for the motion in which angular momentum is conserved. Angular momentum conserve ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എഴുതാൻ മക്കളെ എന്താ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക? ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേൾ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ത്രൂ എ റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോം. ഓക്കെ, when he stretches his hand outwards, then its velocity decreases. അതിന്റെ എക്സാമ്പിൾ ആണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന് എക്സാമ്പിൾ ആയി നിങ്ങൾക്ക് പറയാൻ പറ്റും. You got it? Clear? Ready? Okay, next one is അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ, എന്തെങ്കിലും നോക്കി വെച്ചാൽ മതി. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓർത്ത് കേട്ടോ, ബാക്കിയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അറിയാത്ത, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഞാൻ പരമാവധി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് മക്കളെ. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. സിമ്പിൾ. ടേണിംഗ് എഫക്ട് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് എഫക്ട് ആണ്, അത് ടോർക്ക് ആണ് കേട്ടോ, മനസ്സിലാക്കുക. റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് എന്താണ്? അതെന്താണ്? ടോർക്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഈ ഒരു ഏരിയ കേട്ടോ. ബാക്കിയൊക്കെ സിമ്പിളാ, ലീവ് ഇറ്റ്, നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കുക. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, പോട്ടെ. ഓക്കെ, പിന്നെ ഒരു ഹാർഡ് ബോയിൽഡ് എഗ്ഗും ഒരു റോ എഗ്ഗും, പുഴുങ്ങിയ കോഴിമുട്ടയും പുഴുങ്ങാത്ത കോഴിമുട്ടയും എങ്ങനെ തിരിച്ചറിയാം? രണ്ടും എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യിക്കുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. രണ്ടും റൊട്ടേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ആരാണോ കുറെ സമയം റൊട്ടേറ്റ് ആയി, മീൻസ് നല്ല സ്പീഡിൽ ആരാണോ കുറെ സമയം റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, അയാൾക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവായിരിക്കും. അതെന്തായിരിക്കും? അത് ഹാർഡ് ബോയിൽഡ് എഗ്. അപ്പൊ രണ്ടാളെ എന്ത് ചെയ്യുക? സ്പിൻ ചെയ്യുക. സ്പിൻ ചെയ്തിട്ട് ആരാണ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നത് നോക്കുക. പെട്ടെന്ന് സ്റ്റോപ്പ് ആകുന്ന ആൾക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ എന്ന് പറഞ്ഞാൽ എടാ അത് പുഴുങ്ങാത്ത റോ എഗ് ആയിരിക്കും. ഈ റോ എഗ് ആകുമ്പോൾ ഫുള്ള് ഉള്ളിൽ ലിക്വിഡ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അത് കറക്കുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് കേട്ടോ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലിക്വിഡ് ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ പരമാവധി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട്, സ്യൂഡോ ഫോഴ്സ് ആയ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് അതൊക്കെ റേഡിയലി ഔട്ട്വാർഡ്സിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. റേഡിയലി ഔട്ട്വാർഡ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഏതിന്? റോ എഗ്ഗിന്, സാധാ പുഴുങ്ങാത്ത എഗ്ഗിന്. സോ ഐ എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഒമേഗ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഒമേഗ എന്ത് ചെയ്യും മക്കളെ? കുറയും. ഒമേഗ കുറഞ്ഞാൽ അത് അധികം സ്പീഡിൽ കറങ്ങൂല, അപ്പൊ വേഗം എന്താവും? അത് സ്റ്റോപ്പ് ആവും. എന്നാൽ പുഴുങ്ങിയ കോഴിമുട്ടയാണെങ്കിലോ ഹാർഡ് ബോയിൽഡ് എഗ് ആണെങ്കിലോ, ഹാർഡ് ബോയിൽഡ് എഗ് ആണെങ്കിൽ ഉള്ളിലുള്ള ആൾക്കാർ എന്താ? ഉറച്ചു നിൽക്കുക. അതിങ്ങനെ ഉറച്ചു നിൽക്കുക, അത് എങ്ങോട്ടും മൂവ് ചെയ്യൂല, കറക്കി വിചാരിച്ചിട്ട് അല്ലേ. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ മക്കളെ? ആക്സിന് പരമാവധി ഡിസ്റ്റൻസിലല്ലോ, എല്ലായിടത്തും യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവായിരിക്കും. അപ്പൊ ഒമേഗ എന്താ? കൂടുതൽ. അപ്പൊ കുറെ സമയം റൊട്ടേറ്റ് ചെയ്യുമാറ് ഹാർഡ് ബോയിൽഡ് എഗ് കേട്ടോ. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? റെഡി? കോൺസെപ്റ്റ് ക്ലിക്ക് ആക്കി വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് അടുത്തത് ഇത് നേരത്തെ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് നമുക്ക് ലീവ് ചെയ്യാം. സോ വി ആർ കംപ്ലീറ്റഡ് ഏത്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. നെക്സ്റ്റ് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷനിൽ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആയ F=gmm/r² എന്നുള്ള ഇക്വേഷൻ പഠിക്കാം. പിന്നെ അവിടെ പഠിക്കേണ്ട മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, എക്സ്പ്രഷൻ ഫോർ G=gm/r² എന്നുള്ളത് പഠിക്കണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ പഠിക്കണം. എർത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക ആരെയാണ്? എർത്തിന്റെ മാസിനെയും എർത്തിന്റെ റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യാം. യു ഗോട്ട് ഇറ്റ്? എർത്തിന്റെ സർഫസിലെ ജിന്റെ വാല്യൂ. ഓക്കെ ഫൈൻ. നൗ ലിസൺ. പിന്നെ പഠിക്കാനുള്ള എന്താണ്? വേരിയേഷൻ ഓഫ് G ഡ്യൂ ടു ഹൈറ്റ് ആൻഡ് ഡെപ്ത് ആണ്. G'/G is equal to 1 minus 2h/r ആണ് ഇക്വേഷൻ വരിക. വേരിയേഷൻ ഓഫ് G ഡ്യൂ ടു ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ്. G'/G is equal to 1 minus d/r ആണ് ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ. ഓക്കെ, ഇനി ഹൈറ്റിന് വേറൊരു കേസും കൂടി ഉണ്ട്. G'/G is equal to 1 plus h/r whole raised to -2. ഇതെപ്പോഴാണ്? എച്ചിന്റെ വാല്യൂ വലുതാണെങ്കിൽ. ഇത് എപ്പോഴാണ്? എച്ചിന്റെ വാല്യൂ ചെറുതാണെങ്കിൽ, ചെറിയ ഹൈറ്റിലാണെങ്കിൽ എന്താ? G'/G is equal to 1 minus 2h/r വരിക. ശ്രദ്ധിക്കാം.
ഓക്കെ, ഇനി എച്ചിന്റെ വാല്യൂ വലുതാണ് എങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യണം. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ശരിക്കും ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കാര്യമായിട്ട് പറഞ്ഞാൽ. ഓക്കെ, അതിൽ വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റും ഡെപ്തും അതിന്റെ ഡെറിവേഷനും പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, എത്ര പാർട്ട് ഒഴിവാക്കി അറിയോ, ഒരു 75% ഒഴിവാക്കി. ഓക്കെ, നോക്ക്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡാഷ് വിത്ത് ഇൻക്രീസ് ഓഫ് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ് ആണ്. ഹൈറ്റ് കൂടുമ്പോൾ ജി വാല്യൂ എന്ത് ചെയ്യും മക്കളെ, കുറയും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്. ഡെപ്ത് കൂടുമ്പോൾ ജി വാല്യൂ എന്ത് ചെയ്യും, കുറയും. ഹൈറ്റ് കൂടിയാലും ഡെപ്ത് കൂടിയാലും ഒക്കെ എന്താ, ജി വാല്യൂ എന്ത് ചെയ്യും മക്കളെ, കുറയും. അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്, എർത്തിന്റെ സെന്ററിൽ വാല്യൂ ഓഫ് ജി ഈസ് 0. എന്താ കാരണം, ഇവിടെ നോക്ക്, ഡി ഡെപ്തിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ജി ഡാഷ് വാല്യൂ എന്താ, ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ഈ ഡെപ്തിന്റെ വാല്യൂ 6 ആവുമ്പോഴല്ലേ സെന്ററിൽ എത്തുക. അപ്പൊ ഡി ബിക്കംസ് 6 ആകും സെന്ററിലേക്ക് എത്തുമ്പോൾ. അപ്പൊ ഈ ഡി എന്താകും, 6 ആകും. ദാറ്റ് മീൻസ് 1 മൈനസ് ആർ ബൈ ആർ, ദാറ്റ് ഈസ് 1 മൈനസ് 1 വരും, ദാറ്റ് ഈസ് 0. സോ ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു 0. സോ ജി ഡാഷ് എന്തായി, 0. സോ ഇവിടുത്തെ ജി വാല്യൂ എത്രയാണ് മക്കളെ, 0 ആണ്. അപ്പൊ സെന്ററിലെ ജി വാല്യൂ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എത്രയാ മക്കളെ, 0 ആണ്. എങ്ങനെ കിട്ടി, 1 മൈനസ് ഡി ബൈ ആറില് നിങ്ങൾ ഡിക്ക് എന്ത് കൊടുക്കുന്നു, 6 എന്ന് കൊടുക്കുന്നു. സോ ജി വാല്യൂ എന്ത് കിട്ടി, 0 എന്ന് കിട്ടി സെന്ററിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 3 objects with mass 40 kg are placed in a straight line 50 centimeter apart. ശ്രദ്ധിക്കുക, 3 ഒബ്ജക്ട്സ് ഉണ്ട്, 40 കിലോഗ്രാം മാസ് ഉള്ള 3 ഒബ്ജക്ട്സ് ഉണ്ട്. അവരെ 50 സെന്റിമീറ്റർ അകലത്തിൽ പ്ലേസ് ചെയ്യുന്നു. 50 സെന്റിമീറ്റർ അകലത്തിൽ 50 സെന്റിമീറ്റർ അകലത്തിൽ പ്ലേസ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? at the center of the object? ഇയാള് ഇവന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്. ഇയാള് ഇവന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് റൈറ്റിലേക്കാണ്. 2 മാസ് 40, ഡിസ്റ്റൻസ് 50. ഈ 2 മാസ് 40, ഡിസ്റ്റൻസ് 50. സോ ഇയാൾ ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇയാൾ ഇങ്ങനെ കൊടുക്കുന്ന ഫോഴ്സും എന്താ, സെയിം. ഇത് രണ്ടും സെയിം. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്, ക്യാൻസൽ ഔട്ട് ചെയ്യും. നെറ്റ് ഫോഴ്സ് ഈസ് 0. റെഡി, സെറ്റ് അല്ലേ മക്കളെ? മനസ്സിലാവുന്നില്ലേ? ക്ലിയർ അല്ലേ? പ്ലീസ് കമന്റ്. എവരിബഡി ഓക്കെ? റെഡി? പെട്ടെന്ന് കമന്റ് ചെയ്യടാ. ഓക്കെ ആണോ? വേഗം കമന്റ്. Okay, good. Okay. Sorry, in the chat box daila. Poppo kandu. Okay, fine. So listen. Next one is acceleration due to gravity independent of dash. Independent of mass of earth, mass of body. ഒരു സംശയം വേണ്ട, ബോഡിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഒരു ആന താഴേക്ക് വീഴുകയാണെങ്കിലും ഒരു ചക്ക താഴേക്ക് വീഴുകയാണെങ്കിലും രണ്ടിനും എന്താ മക്കളെ, സെയിം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ആ ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ആൻസർ ഈസ് മാസ് ഓഫ് ബോഡിക്ക് ഇൻഡിപെൻഡന്റ് ആണ്. വെരി ഗുഡ്. യെസ്, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഗുഡ്. Now listen. The value of acceleration due to gravity is maximum at the, yes, ഇതാണ് നമ്മളുടെ എർത്ത്. ഈ എർത്തില് ഇത് ഇക്വേറ്റർ ആണ്. എന്താ മക്കളെ, പോളാർ റീജിയൻ ആണ്. സോ ജി വാല്യൂ എവിടെയാണ് മാക്സിമം? പോളാർ റീജിയനിലാണ് ഏറ്റവും മാക്സിമം. ജി വാല്യൂ ഏറ്റവും മാക്സിമം പോളാർ റീജിയനിൽ. മിനിമം എവിടെയാണ്? ഇക്വേറ്ററിലാണ് വരിക. സർഫസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, എർത്തിന്റെ സർഫസിൽ നോക്കുകയാണെങ്കിൽ സർഫസിൽ എല്ലായിടത്തും സെയിം അല്ല. പോളാർ റീജിയനിൽ എന്താ മാക്സിമം ജി ഉണ്ടാകും, ഇക്വേറ്ററിൽ എന്താ മിനിമം ജി ഉണ്ടാകും. എന്താ കാരണം ഈ ഡിസ്റ്റൻസും നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് കുറവാണ്. ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. സോ ആറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആ ജി.
R കൂടിയാൽ G കുറയും. അപ്പൊ ഇക്വേറ്ററിൽ എന്താ R കൂടുതലാണ്, ഈ ഡിസ്റ്റൻസ് കൂടുതലാ, അതുകൊണ്ട് G വാല്യൂ കുറയും. പോളിലാണെങ്കിൽ ഡിസ്റ്റൻസ് എന്താ കുറവാ, അതുകൊണ്ട് G എന്ത് ചെയ്യും കൂടും. പഠിച്ചു വെക്കുക കേട്ടോ. സോ പോൾസിലാണ് G വാല്യൂ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ്, കുറെ പേര് ആൻസർ ചെയ്തി. വെരി ഗുഡ്. വാല്യൂ ഫോർ യൂണിവേഴ്സൽ ഗ്രാവിറ്റി അറിയാം അല്ലെ, എല്ലാവർക്കും അറിയുന്ന വാല്യൂ ആണ്. 6.6 അല്ലേ, 6.67 10⁻11. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത് വേരിയേഷൻ ഓഫ് G with height is given by the equation G dash by G is equal to 1 plus H by R whole raised to -2 if H is very greater than R. Now G dash by G is equal to 1 minus 2H by R if H is very less when compared with R. അടുത്ത question. Density of earth is given by the equation. and നമുക്ക് density എങ്ങനെ കാണുക, mass by volume. density ക്ക് equation ഉണ്ട് 3g by 4 pi rg. ഈ equation ഉണ്ട്, ബൈ ഹാർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ഞാൻ കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കുക. mass by volume. mass എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, mass എന്ന് പറയുമ്പോൾ g is equal to gm by r square അല്ലേ. ഇവിടുന്ന് mass എന്താ വരിക, m എന്താ വരിക, m is equal to gr square by g എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ gr square by g വരും. പിന്നെ വോളിയം എന്താ 4/3 pi r cube. കാരണം സ്ഫിയർ ആയിട്ടാ കൺസിഡർ ചെയ്യുക. ഒരു r സ്ക്വയറും കട്ട് 3 മുകളിൽ കയറുമ്പോൾ 3g by 4 ഉണ്ട്, പൈ ഉണ്ട്, r ഉണ്ട്, g. ഇതാണ് ഡെൻസിറ്റിന്റെ എക്സ്പ്രഷൻ വരിക. യു ഗോട്ട് ഇറ്റ്. എർത്തിന്റെ ഡെൻസിറ്റി കാണാൻ ചോദിച്ചാൽ വേഗം ഈ ജിക്ക് എന്ത് കൊടുക്കുക, 9.8 കൊടുക്കുക. ഈ ആറിന് എന്ത് കൊടുക്കുക, റേഡിയസ് ഓഫ് എർത്ത് എത്രയാ മക്കളെ, റേഡിയസ് ഓഫ് എർത്ത് ഈസ് പിന്നെ 6400 കിലോമീറ്റർ, 6400 കിലോമീറ്റർ. മീറ്ററിലേക്ക് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജിക്ക് വാല്യൂ കൊടുക്കുക. അവിടെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും വേണമെങ്കിൽ, ഡെൻസിറ്റി ഓഫ് എർത്ത് നിങ്ങൾക്ക് കിട്ടും. യു ഗോട്ട് ഇറ്റ്. ക്ലിയർ. അപ്പൊ ഇതാണ് ഡെൻസിറ്റി ഓഫ് എനി പ്ലാനറ്റിന്റെ ഇക്വേഷൻ. എനി പ്ലാനറ്റ്. യു ഗോട്ട് ഇറ്റ്. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നെക്സ്റ്റ് വൺ മക്കളെ? അടുത്തെന്താ നോക്കടാ. An object is placed at 4 different points A, B and C. നോക്ക്, A, B, C, D ഇങ്ങനെ 4 ഡിഫറെന്റ് പോയിന്റ്സിൽ വെച്ചു. Which of the points the object feel maximum weight? എടാ ഒബ്ജക്റ്റിന് മാക്സിമം വെയിറ്റ് കിട്ടല്ലേ ഇവിടെ, മാക്സിമം ജി ഉള്ളോടുത്ത. കാരണം എം ജി അല്ലേ വെയിറ്റ് എന്ന് പറഞ്ഞാല്, മാക്സിമം വെയിറ്റ് കിട്ടല് മാക്സിമം ജി ഉള്ളോടുത്ത്. ഇത് പോളാണ്, ഇത് ഇക്വേറ്റർ ആണ്. ഇവിടെ ശരിക്കും എന്താ, ഇവിടെ ശരിക്കും വെയിറ്റ് 0 ആണ്. കാരണം എന്താ, സെന്ററിൽ എന്തില്ല, ജി 0 ആണ്, അതുകൊണ്ട് വെയിറ്റും 0 ആണ്. സോ വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടുക എവിടെയൊക്കെയാണ്, ഒന്ന് സെന്ററിൽ എർത്തിന്റെ, രണ്ടോ സ്പേസിൽ. ഓക്കെ, നൗ എയും ബിയും നോക്ക്. എ എന്ന് പറയുന്ന സ്ഥലത്ത് അത് പോളാർ റീജിയൻ ആയതുകൊണ്ട് അവിടെ ജി എന്താണ്, മാക്സിമം ആണ്, ഇവിടെ മിനിമം ആണ്. ഓക്കെ, ഇവിടത്തേനേക്കാൾ മിനിമം ആയിരിക്കും സിയില്. അപ്പൊ ഓർഡർ പറയുകയാണെങ്കിൽ ഏറ്റവും മാക്സിമം ജി അറ്റ് എ, പിന്നെ ജി അറ്റ് ബി, പിന്നെ ജി അറ്റ് സി, പിന്നെ ജി അറ്റ് ഡി. ഡി സെന്റർ ആണെങ്കിൽ ട്ടോ മക്കളെ, സെന്റർ അല്ല, ഇൻ ബിറ്റ്വീൻ വേറെ ഏതെങ്കിലും പോയിന്റ് ആണ് എങ്കിൽ, ഡിന്റെ പോയിന്റ് ഇവിടെ ആണെങ്കിലും ആണെങ്കിൽ, പിന്നെ ഈ ഡിസ്റ്റൻസും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, ഡി പോയിന്റ് സെന്ററിലാണെങ്കിൽ ഉറപ്പിച്ചു അവിടെ 0 ആണ്, സിയിൽ എന്തായാലും 0 അല്ല. അപ്പൊ എന്താ, ഈ ഓർഡറിൽ നമുക്ക് ജി വാല്യൂ നമുക്ക് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ സാന്ദർഭികമായിട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏറ്റവും മാക്സിമം ഏറെ മക്കളെ വരെ എയില്. ഫൈൻ. A ball bounces more on the surface of moon than on the earth. Explain why. മക്കളെ, ഒരു ബോൾ നമ്മൾ എർത്തിൽ താഴേക്ക് ഇട്ടാൽ അത് തട്ടി മുകളിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, മൂണിന് എന്ത് ചെയ്യും, മുകളിലേക്ക് പൊങ്ങും. എന്താ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ജീന്റെ വാല്യൂ കുറവാണ്. ജീന്റെ വാല്യൂ കുറവായതുകൊണ്ട് താഴേക്കുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് മോർ എന്താ ഹൈറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീബൗണ്ട് ചെയ്യാൻ പറ്റും, ബൗൺസ് ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജി വാല്യൂ വെച്ചാണ് ബൗൺസിങ് പറയാം. ഓക്കെ, ജി വാല്യൂ കൂടുതലാണെങ്കിൽ ബൗൺസിങ് കുറവായിരിക്കും. ഓക്കെ, ബൗൺസിങ് എന്തായിരിക്കും, കുറവായിരിക്കും. ജി വാല്യൂ കുറവാണെങ്കിലോ ബൗൺസിങ് കൂടുതലാ. യെസ്, ദാറ്റ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് an expression for G with height from the surface of earth. ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡെപ്തിന്റെയോ ഹൈറ്റിന്റെയും ആ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം, ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അടുത്ത്. ഇഫ് യു ഇമാജിൻ ദ മോഷൻ ഓഫ് എ ബോഡി ഫ്രം ദ സെന്റർ ഓഫ് ദി എർത്ത്. ശ്രദ്ധിക്കണം, നല്ല ക്വസ്റ്റ്യൻ. ലിസൺ. ഇഫ് യു ഇമാജിൻ ദ മോഷൻ ഓഫ് എ ബോഡി ഫ്രം സെന്റർ ഓഫ് ദി എർത്ത്, this is earth.
Okay, this is moon. This is moon. Okay, so center of earthil നിന്ന് എന്ത് ചെയ്യാണ് ഒരു ബോഡി എന്ത് ചെയ്യാണ് മൂവ് ചെയ്യാണ് എങ്ങോട്ടേക്കാണ് to the surface of moon. മൂണിന്റെ സർഫസിലേക്ക് പോവാണ്. Okay, neglect the effect of all other objects ആണ് അല്ലേ. Fine. So listen, അപ്പോൾ എന്ത് what change will you observe in the weight of the body during that motion? ആ മോഷനിൽ ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ വെയിറ്റ് 0 ആണ്. ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ വെയിറ്റ് കൂടി 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 എർത്തിന്റെ സർഫസിൽ എത്തുമ്പോൾ സെന്ററിൽ വെയിറ്റ് 0. ഓക്കെ, അവിടുന്ന് പിന്നെ എർത്തിന്റെ സർഫസിലേക്ക് വരുമ്പോൾ എന്താ വെയിറ്റ് കൂടി 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 ഇവിടെ വെയിറ്റ് എന്താ മാക്സിമം മാക്സിമം. പിന്നെയും ഹൈറ്റ് കൂടുമ്പോൾ വെയിറ്റ് എന്ത് ചെയ്യും കുറഞ്ഞു 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 വരും. ക്ലിയർ അല്ലേ? അങ്ങനെ മൂണിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ പിന്നെ മൂണിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, മൂണിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പിന്നെ എന്തായി മാക്സിമം ആയ സാധനം പിന്നെ കുറഞ്ഞു 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 എന്ത് ചെയ്യും കുറഞ്ഞു കുറഞ്ഞു മൂണിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും പിന്നെന്ത് ചെയ്യും വെയിറ്റ് കൂടി 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 വരും. ഓക്കെ, അപ്പൊ മൂണിന്റെയും എർത്തിന്റെയും ഇടയിൽ കുറച്ച് സമയം എന്ത് ചെയ്യുന്നുണ്ട് വെയിറ്റ് കുറഞ്ഞു വന്നു. ഇത് വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞതാ. അതായത് ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞതാ. ഇത്രയും റീജിയണിൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വീണ്ടും എന്തായി വെയിറ്റ് ഇല്ലാണ്ടായി. പിന്നെ അങ്ങോട്ടേക്ക് മൂണിന്റെ എഫക്ട് കൊണ്ട് വെയിറ്റ് കൂടി 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 വരും. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതാണ് ഇവിടുത്തെ എഫക്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എർത്തിന്റെ സെന്ററിന് സർഫസിലേക്ക് വരുമ്പോൾ 0യിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തും. പിന്നെ അവിടുന്ന് വീണ്ടും വെയിറ്റ് കുറഞ്ഞു 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 വരും. ഇൻ ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത് there will be a weightlessness region. ഓക്കെ, അപ്പൊ അവർക്കിടയിൽ ഒരു വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പിന്നെ മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞു 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 കുറഞ്ഞ് 0 ആകും. പിന്നെ 0 കൂടി 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 എന്താകും മൂണിന്റെ സർഫസിൽ എത്തുമ്പോൾ ഇവിടുത്തെ ആ മാക്സിമം ആവില്ലെങ്കിൽ പോലും വേറെ ഒരു മാക്സിമത്തിലേക്ക് എത്തും. യു ഗോട്ട് ഇറ്റ്? ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. യെസ്, അപ്പൊ വെയിറ്റ് കൂടും പിന്നെ കുറയും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് മൂണിന്റെ സർഫസിലേക്ക് എത്തുന്ന സമയത്ത് കേട്ടോ. യെസ്, ഷുവർ ഷുവർ ഷുവർ. ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ കവർ ചെയ്യും, എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, why does earth impart same acceleration on all bodies? എടാ, എർത്ത് എന്തുകൊണ്ടാണ് എല്ലാ ബോഡിയിലും സെയിം ആക്സിലറേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നത്? Since the acceleration due to gravity does not depends on mass of body. അത്രയുള്ള ആൻസർ. G is equal to gm/r square എന്ന് എഴുതി വെക്കുക. എന്നിട്ട് പറയാ acceleration due to gravity on a planet for a body is depends on mass of planet and radius of planet only. It does not depends on mass of that body. So we can say that acceleration imparted by earth will be the same for all bodies. Okay, logically think the answer. Simple questions. Okay, next അടുത്ത question. At what height the value of G will be half of that on the surface of earth? നല്ല question. ശ്രദ്ധിക്കണേ, നല്ല question. At what height, എത്ര ഹൈറ്റിലാണ് ജിന്റെ വാല്യൂ എന്ത്? ഇവിടുത്തെ ജി ഡാഷിനകത്ത് ജി വാല്യൂ പറയാം അല്ലെ. എത്ര? ഹാഫ് ദാറ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. സർഫസിൽ ജി ആണ്, അതിന്റെ പകുതി ആവാൻ എത്ര ഹൈറ്റിൽ പോണം? ഓക്കെ, റേഡിയസ് ഓഫ് എർത്ത് ഈസ് 6400 കിലോമീറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എത്ര പോണം? നമുക്ക് ഇക്വേഷൻ അറിയാം. ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു ദ ഹൈറ്റ്. ഭയങ്കരമായിട്ടുള്ള ഹൈറ്റ് ആയിരിക്കും, കാരണം ജിന്റെ പകുതി കുറയണം അല്ലേ. അപ്പൊ ഇക്വേഷൻ നമുക്ക് ഏതെടുക്കാം? 1 + h/r ഹോൾ റേസ് ടു -2 എടുക്കുക, കാരണം h വലിയ വാല്യൂ ആണ്. സോ ജി ഡാഷ് ബൈ ജി അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ജി ഡാഷിന് നമുക്ക് g/2 എഴുതാം. ബൈ ജി ഇസ് ഈക്വൽ ടു 1 + h നമുക്ക് അറിയില്ല, അത് കാണണം. h/r ഹോൾ റേസ് ടു -2. ദാറ്റ് ഈസ് ഇത് കട്ടാകുമ്പോൾ ഇത് 1/2 ഇസ് ഈക്വൽ ടു 1/1 + h/r ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഇതും എന്ത് ചെയ്യുക? ഈ രണ്ട് LHS തിരിച്ചിടുക. 1/a is equal to 1/b ആണെങ്കിൽ a/1 is equal to b/1 ആയിരിക്കും അല്ലേ. അപ്പൊ എന്താ 2/1 is equal to 1 + h/r ഹോൾ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ മക്കളെ? സെറ്റ്. So from here what is 1 + h/r? That is √2. So 1 + h/r is equal to √2 ആണ് 1.414. That is h/r is equal to എന്താ മക്കളെ വരിക? h/r എന്താ വരിക? h/r is equal to എന്ത് വരൂടാ? 1.414 minus 1, that is 0.414. From here what is h? H is equal to 0.414 into radius of earth ആകും. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. So 0.414 into 6400 kilometer. So the answer will be in kilometers. Answer എഴുതിയാൽ മതി. That's it. Okay, simple question.
സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Draw a graph showing the variation of G with depth and height from the surface of Earth. Assume that density taken as constant. Okay, ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പൊ ജിയും ഹൈറ്റും ഡെപ്തും കൂടി ഒരു ഗ്രാഫാണ് ചോദിച്ചത്. ഇതാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ ഇതാണ് ജി വാല്യൂ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ആക്സിസ് ആണ് ഏത് ഈ മുകളിലേക്കുള്ളത്. ഇതെന്താണ്? റൈറ്റിലേക്ക് ഹൈറ്റ് ആണ്, ലെഫ്റ്റിലേക്ക് ഡെപ്ത് ആണ്. ഈ കാണുന്ന പോയിന്റ് സർഫസ് ഓഫ് എർത്ത് ആണ്. Now listen. ഈ പോയിന്റ് പറയുമ്പോൾ ഡെപ്ത് ഇല്ലാത്ത അവസ്ഥ, ഹൈറ്റും ഇല്ലാത്ത അവസ്ഥ. ഓക്കെ ഫൈൻ. Now listen. നമുക്കറിയാം ഡെപ്തിലാണെങ്കിൽ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഡെപ്തിലേക്ക് വന്നാൽ എന്താണ്? ജി വാല്യൂ 0 ആയിരിക്കും. ജി വാല്യൂ 0 ആണ്. ഇപ്പൊ ഡെപ്ത് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും? ജി വാല്യൂ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ കൂടി വരും. ഇതെന്താണ്? സർഫസിലെ ജി വാല്യൂ ഇത് മാക്സിമം ആണ്. പിന്നെ ഹൈറ്റ് കൂടി കഴിഞ്ഞാലോ ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ സെന്ററിൽ ജി വാല്യൂ 0 ആണ്. മുകളിലേക്ക് വരും തോറും എന്താ? ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ ആണ്. അപ്പൊ ഇവിടെ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് ഡിയും ജിയും തമ്മിൽ. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവില്ലേ? സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി അടുത്ത എന്താ? ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഹൈറ്റ് ഉണ്ടാവും അല്ലെ? അപ്പൊ മുകളിലേക്ക് പോകുന്നതോറും അവിടെ ഈ വേരിയേഷൻ ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2. സോ ഇവിടെ പവർ 2 വരുന്നുണ്ട് എച്ചിന്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ പവർ സ്ക്വയർ ഡിപ്പെൻഡൻസ് ആ. സോ പാരാബോളിക് ഷേപ്പ് ആ വരിക. സോ ഇറ്റ്സ് ഗ്രാഫ് വിൽ ബി ഇവിടുന്ന് ഇങ്ങനെ ലൈക്ക് ദിസ് കുറഞ്ഞു വരണം. സോ ഇങ്ങനെ കുറഞ്ഞു 0 ആവില്ല, ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, സോ പിന്നെ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി? അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ്. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡി? ഓക്കെ, നെക്സ്റ്റ്. Mass and weight of an object on the surface of Earth is 10 kilogram and 98 Newton. അല്ലെ? മാസും അറിയാം, വെയിറ്റും അറിയാം. വെയിറ്റ് mg ആണ്. ഓക്കെ, what are the corresponding values when the object is placed on the moon, surface of moon? ഓക്കെ, സോ ഈ ബോഡി നമ്മൾ മൂണിന്റെ സർഫസിൽ വെച്ചാൽ എന്ത് കാണണം? വാട്ട് ആർ ദ കറസ്പോണ്ടിങ് വാല്യൂസ്? എടാ, മൂണിന്റെ സർഫസിൽ വെച്ചാൽ മാസ് 10 കിലോഗ്രാം തന്നെയാണ്. എന്നാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. വെയിറ്റ് എത്രയായിട്ട് മാറും? വെയിറ്റ് വിൽ ബി ഈക്വൽ ടു mg ആണ്. mg ഡാഷ് എന്ന് കൊടുത്തോ, മൂന്നല്ലേ? സോ m ഇൻറ്റു ജി ഡാഷ് എന്ന് പറഞ്ഞാൽ g/6 ആ വരിക അല്ലെ? ദാറ്റ് ഈസ് mg എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തോന്റെ വെയിറ്റ് ആണ്. സോ 98 ഡിവൈഡഡ് ബൈ 6 വരും. ഇതാണ് ആൻസർ. 3 ന്യൂട്ടൺ. യു ഗോട്ട് ഇറ്റ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എസ്കേപ്പ് വെലോസിറ്റി വന്നോ? എസ്കേപ്പ് വെലോസിറ്റി ഇല്ല, പഠിക്കാനില്ല കേട്ടോ. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി ഇല്ല. ഓക്കെ, അടുത്ത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ജി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. യെസ്, നല്ല ക്വസ്റ്റ്യൻ. എർത്തിന്റെ റേഡിയസ്, ഇത് റേഡിയസ് 6 ആണ്. അതേ ഹൈറ്റിൽ പോവാ. റേഡിയസിന്റെ അതേ ഹൈറ്റിൽ പോയാൽ അവിടുത്തെ ജി വാല്യൂ കാണാം. സോ ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 ആണ്. ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ r ആ വരിക. r/r ഹോൾ റേസ് ടു -2. ദാറ്റ് ഈസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 വരും. 2 റേസ് ടു -2 വരും. എന്ത്? ജി ഡാഷ് ബൈ ജി. ഓക്കെ, ദാറ്റ് ഈസ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു 2 റേസ് ടു -2 പറഞ്ഞാൽ 1/2 സ്ക്വയർ ആണ്. ഓക്കെ, ജി ഡാഷ് ബൈ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. സോ ജി ഡാഷ് ഇസ് ഈക്വൽ ടു g/4. ഓക്കെ, 4 കുറയും. ക്ലിയർ അല്ലേ? യെസ്. സോ അത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താ മക്കളെ? വിച്ച് ഈസ് ഗ്രേറ്റർ, attraction of earth for 1 kilogram of iron or attraction of 1 kilogram irons for earth? മനസ്സിലായില്ല? which is greater, attraction of earth for 1 kilogram of iron? 1 കിലോഗ്രാം അയേണും എർത്തും തമ്മിലുള്ള അട്രാക്ഷൻ ആണോ, അല്ലെങ്കിൽ 1 കിലോഗ്രാം അയേൺസും? കവി ഉദ്ദേശിച്ചത് എന്താ? ഇവിടെ വേറെന്തോ മെറ്റീരിയൽ, കോപ്പർ ആയിക്കോട്ടെ, വേറെന്തോ മെറ്റീരിയൽ ആ ഉദ്ദേശിച്ചു കേട്ടോ, മാറിപ്പോയതായിരിക്കും. എന്തായാലും 1 കിലോഗ്രാം അയേണും ഉണ്ട്, 1 കിലോഗ്രാം കോപ്പറും ഉണ്ട്. അപ്പോ 1 കിലോഗ്രാം അയേണും എർത്തും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും 1 കിലോഗ്രാം കോപ്പറും എർത്തും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തമ്മിലുള്ള എന്താ വ്യത്യാസം ഉണ്ടോന്ന്? ആരാ വലുതെന്ന്? വ്യത്യാസം അല്ലാണ്ട് ഈക്വലാ. എന്താ കാരണം? ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുക എന്തിനെയാണ് മക്കളെ? Gm/r² ആണ്. സോ മാസ് ഓഫ് എർത്ത് രണ്ടും ചെയ്യുമ്പോൾ സെയിം ആ കിട്ടുക. രണ്ടാളുടെയും മാസും സെയിം ആണ്. മാസും ഡിസ്റ്റൻസും ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. മാസ് സെയിം ആയതുകൊണ്ട് എന്താണ് ഒരു കുഴപ്പമില്ല. ഓക്കെ ഫൈൻ.
സോ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ രണ്ട് ഫോഴ്സും എന്തായിരിക്കും മക്കളെ? സെയിം ആണ്. അടുത്ത്, an aircraft is going from earth to moon. ഒരു എയർക്രാഫ്റ്റ് എർത്ത് മൂണിലേക്ക് പോവാണ്. ഇത് മൂണാണ്, ഇത് എർത്ത് ആണ്. ഒരു എയർക്രാഫ്റ്റ് എന്ത് ചെയ്യാണ്? എർത്ത് മൂണിലേക്ക് പോവാണ്. How does its weight changes as it goes from earth to moon? Will be there any change in mass? മാസിന് മാറ്റം ഉണ്ടാവില്ല. വെയിറ്റിന് എങ്ങനെ മാറ്റം ഉണ്ടാവുക ചോദിച്ചാൽ, ഫസ്റ്റ് ആ എർത്തുനിന്ന് ഈ റോക്കറ്റ് എയർക്രാഫ്റ്റ് മൂണിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം അതിന്റെ വെയിറ്റ് കുറഞ്ഞു വരും. ഓക്കെ, പിന്നെ വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? മൂണിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വെയിറ്റ് പതുക്കെ കൂടി വരും. സോ വെയിറ്റ് ആദ്യം കുറയും, 0 ആകും, പിന്നെ കൂടും. മൂണിന്റെ സർഫസിലേക്ക് എത്തുമ്പോൾ വെയിറ്റ് കൂടി ഒരു വാല്യൂലേക്ക് എത്തും. ഓക്കെ, യെസ്. നെക്സ്റ്റ്, അടുത്ത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ജി. Find the value of g at a depth equal to 1/4 of radius of earth. So g dash by g is equal to 1 minus d by r equation. d എത്ര ആക്കുക? 1/4 radius. So 1/4 into r നാക്കി. So answer is 1 minus 1/4 r by r. r cancel number 1 minus 1/4 is 3/4. So g dash by g is equal to 3/4. From here g dash is equal to 3/4g. 3/4g ആണ് g ഡാഷിന്റെ വാല്യൂ വരിക. എവിടെ? 1/4 മീൻസ് റേഡിയസിന്റെ കാൽ ഭാഗം താഴേക്ക് വന്നാൽ. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇതൊരു 12:30ക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നാൽ കേട്ടോ. 12:30ക്ക് സ്റ്റോപ്പ് ചെയ്യാം. പരമാവധി നമുക്ക് എന്ത് ചെയ്യാം? 12:30ക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ പോയിട്ട് പിന്നെ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യാനൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ അതുവരെ തീർന്നിടത്തോളം തീരട്ടെ. ബാക്കി നമുക്ക് പബ്ലിക് എക്സാമിലേക്ക് എന്ത് ചെയ്യാം? പിടിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് മതി. നമ്മൾ ഈ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾ ഇത് മാത്രം മതി. ഇനി പിന്നെ ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. ഇൻഡെപ്ത് പ്രോബ്ലംസ് വേണ്ട, ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. ബാക്കിയുള്ള അധികം പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ ആ ഒരു വേവ്സ് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ചാൻസ് ഉള്ളു. ഒരു ഇക്വേഷൻ ഇല്ലേ, ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ സിമ്പിളാ. പിന്നെ ബെർണോളി പ്രിൻസിപ്പിളിന് ആ ഒരു പ്രഷറിലെ പ്രഷർ F1/A1 is equal to പാസ്കൽ ലോന്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ലിഫ്റ്റ് ഇല്ലേ, F2/A2, അത് പഠിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ്, 9th പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ലിസൺ, ഇവിടെ നോക്കിയേ. Prove the acceleration due to gravity decreases with depth. ഇതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, using the above equation show that a g value is maximum at the surface and 0 at the center of earth. ഒക്കെ പറഞ്ഞ കാര്യങ്ങളാ. ഓക്കെ, ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച്. എടാ, സർഫസിലെ ജി വാല്യൂ ഈ ഇക്വേഷൻ വെച്ചിട്ട് മാക്സിമം ആണെന്നും സെന്ററത്തെ 0 ആണെന്നും പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ ഡി എത്ര വരിക? സർഫസിൽ എടുക്കുകയാണെങ്കിൽ ഡി എത്ര വരിക? 0. 1 minus 0/r is 1. അപ്പൊ g dash by g is 1. ഓക്കെ, g dash by g അവിടെ 1 എന്ന് വരും. g dash is equal to g. അപ്പൊ g dash g എന്ന് വരും സർഫസിൽ. അത് മാക്സിമം ആണ്. ഇനി ഇവിടെ വരിക, സെന്ററിലേക്ക് വരികയാണെങ്കിലോ ഈ ഡിക്ക് എന്തെന്ന് കൊടുക്കുക? r എന്ന് കൊടുക്കുക. 1 minus r/r is 1 minus 1 is 0. So g dash is 0. അപ്പൊ 0 എന്ന് കൂട്ടോ. പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഓക്കെ. ഇത് ഇത്ര ചോദിക്കാറുള്ളൂ മക്കളെ. ഇതിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇതാ, ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് വാല്യൂ ഓഫ് ജി അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ജി. ഓക്കെ, അപ്പൊ മക്കളെ ഈ ക്വസ്റ്റ്യൻ നോക്കടാ. ഈ ക്വസ്റ്റ്യൻ വേറെ ടൈപ്പ് ആണ്. അതായത് ഹൈറ്റ് കാണണം. എന്താ കണ്ടീഷൻ? ഈ ഹൈറ്റ് കാണണം. അതായത് അതിന്റെ ഡെപ്ത് 600 കിലോമീറ്റർ ഡെപ്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജി വാല്യൂ കിട്ടാൻ നിങ്ങൾ എത്ര ഹൈറ്റിൽ പോകണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലിസൺ, അപ്പൊ ഈ ജി ഡാഷും സെയിം ആണ്. ഡെപ്ത് അറിയാം, ഹൈറ്റ് കാണണം. സോ പറയാണ് 1 minus 2h/r. ഇതല്ലേ മക്കളെ ഇൻറ്റു ജി. ഇതല്ലേ ജി ഡാഷ് എവിടുത്തെ? ഹൈറ്റ് is equal to 1 minus d/r എവിടെ? ഇൻറ്റു ജി. ഇതാണ് എന്ത്? ഡെപ്ത്. 600 കിലോമീറ്റർ ഡെപ്തിലേക്കാ വരുന്നത്. 600 കിലോമീറ്റേഴ്സ് ഡെപ്തിലേക്കാ വരുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ ജിയും ക്യാൻസൽ. ഡിക്ക് എന്ത് കൊടുക്കുക? 600. അപ്പൊ എന്താ വരിക? 1 minus 2h/r is equal to 1 minus d/r. ഡിക്ക് 600/6400. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 1 ക്യാൻസൽ, നെഗറ്റീവ് പ്ലസ് ആവും. സോ ഈ രണ്ട് 0 ക്യാൻസൽ. ഓക്കെ, സോ 2h/r is equal to എന്താ മക്കളെ വരിക? 6/64 എന്ന് വരും. 6 എന്ന് പറഞ്ഞാൽ 6400.
അപ്പോൾ ഇത് കട്ടാവുമ്പോൾ ഇവിടെ 100 ബാക്കിയാവും, ഇത് കട്ടാവുമ്പോൾ ഇത് 50 ബാക്കിയാവും. സോ ബാക്കി എന്താ മക്കളെ? h is equal to 6 into 50. ആൻസർ ഈസ് 300 കിലോമീറ്റർ ഹൈറ്റ്. യു ഗോട്ട് ഇറ്റ്. സിംപ്ലിഫിക്കേഷൻ ഉള്ളൂ, ഈ കോൺസെപ്റ്റ് ക്ലിക്ക് ആക്കുക. ഓക്കെ, g dash is equal to g into 1 minus 2h by r ഉം g dash is equal to g into 1 minus d by r ഉം ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? മീൻസ് രണ്ടും g സെയിം ആക്കി ഇക്വേറ്റ് ചെയ്തു. അവിടെ നമുക്ക് d അറിയാം, h കാണണം. യു ഗോട്ട് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫൈൻ. അടുത്ത്, the value of acceleration due to gravity is same for all objects at a given place. Derive an equation for g, okay, in terms of radius and mass of earth. Direct question, ഞാൻ പറയുന്നില്ല. Arrive at mathematical expression for variation of g below and above the surface of earth. Simple. ഇത് ചോദിക്കും മക്കളെ, ഇത് ചോദിക്കും. ശ്രദ്ധിച്ചോണിട്ടാ. Yes, so that chapter is finished. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആ കുറച്ചേ മക്കളെ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ലിസൺ, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക്. ലിസൺ, നെയിം ദ ലോ റിലേറ്റിംഗ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ദാറ്റ് ഈസ് ഹുക്സ് ലോ. ഹുക്സ് ലോ ആണ് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ലോ. ഓക്കെ, സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ്. സ്ട്രെയിനിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. എന്താ കാരണം? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ബൈ ഒറിജിനൽ കോൺഫിഗറേഷൻ. അത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആവാം, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആകാം. സോ യൂണിറ്റ് കട്ടായി പോകും, യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. സ്ട്രെസ് ഹാസ് സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ അതേ യൂണിറ്റ് ആണ് സ്ട്രെസ്സിന്. ഓക്കെ, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് വേണമെങ്കിലും പറയാം. സ്ട്രെസ്സിനും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിക്കും പ്രഷറിനും ഒക്കെ എന്താ? സെയിം യൂണിറ്റ് ആണ്. നെക്സ്റ്റ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഫോർ എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാ, ഫോഴ്സ് കൊടുത്താൽ അവൻ അനങ്ങൂല. ഓക്കെ, അപ്പൊ എന്താണ്? യൂണിറ്റ് സ്ട്രെയിൻ ഉണ്ടാക്കാൻ ആവശ്യമായ സ്ട്രെസ്സിനെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് വിളിക്കാം. അപ്പം യൂണിറ്റ് സ്ട്രെയിൻ ഉണ്ടാക്കാൻ ആവശ്യമായ സ്ട്രെസ് റിജിഡ് ബോഡിന്റെ കേസിൽ ഭയങ്കര പണിയാണ്. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താണ്? അവിടെ യൂണിറ്റ് സ്ട്രെയിൻ ഉണ്ടാക്കാൻ ആവശ്യമായ സ്ട്രെസ് ഇൻഫിനിറ്റി ആണ്. ഹ്യൂജ് എമൗണ്ട്, ദാറ്റ് ഈസ് infinity. That is modulus of elasticity of a rigid body is infinity. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന റിജിഡ് ബോഡി ആണോ ഇലാസ്റ്റിക് ബോഡിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? പറഞ്ഞ മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ്, സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വിൽ ഗീവ്സ്. എടാ മക്കളെ, സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ, ഇവിടെ സ്ട്രെസ്സും ഇവിടെ സ്ട്രെയിനും ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ മക്കളെ ഈ സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടുക? ആ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കിട്ടുക. കാരണം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കിട്ടുക അല്ലെ? സ്ട്രെസ് പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഇൻടു സ്ട്രെയിൻ എന്ന് പഠിച്ചിട്ടുണ്ട്. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിനാ. അതായത് സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടുക? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കിട്ടുക. യു ഗോട്ട് ഇറ്റ്? സോ സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വിൽ ബി മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. Next one is the maximum value of elasticity is called. ഇലാസ്റ്റിസിറ്റിയുടെ മാക്സിമം വാല്യൂനെ വിളിക്കുന്ന പേര് എടാ ഏറ്റവും ടോപ്പില് എന്താ? ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് ഗ്രാഫിലെ സ്ട്രെസ് സ്ട്രെയിൻ കർവില് ഗ്രാഫില് ആദ്യം പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്, പിന്നെ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഒരു മെറ്റീരിയൽ എന്ത് കാണിക്കുള്ളൂ? ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുള്ളൂ. അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റിയുടെ മാക്സിമം പോയിന്റ് ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്. നൗ അയോട്ട ഈസ് എ ഡാഷ് മെറ്റീരിയൽ. അയോട്ട ഈസ് എ ഇലാസ്റ്റോമർ. അയോട്ടയും റബ്ബറും ഇലാസ്റ്റോമേഴ്സ് ആണ്. പഠിക്കണം, ചോദിക്കാം മക്കളെ. ഇലാസ്റ്റോമേഴ്സ് ആണ് അയോട്ടയും അതുപോലെ തന്നെ ഏതും റബ്ബറും. അവരെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരിക മക്കളെ എങ്ങനെയാണ്? അവരെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെ വരിക? സ്ട്രെസ് ഇവിടെ സ്ട്രെയിൻ കർവ് വിൽ ബി ലൈക്ക് ദിസ്. മറന്നു പോവണ്ട. നെക്സ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. എന്താ ഇലാസ്റ്റിസിറ്റി? ഇസ് ദ ഫിനോമിനൻ ഓഫ് റീഗെയിനിങ് ആൻ ഒബ്ജെക്ട് ഇൻടു ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓർ ഡിഫോമിംഗ് ഫോഴ്സ്. എന്താണ് ഇലാസ്റ്റിസിറ്റി? ഇസ് ദ ഫിനോമിനൻ ഓഫ് റീഗെയിനിങ് an object into its original configuration after the removal of deforming force. Plasticity എന്താണ്? is the phenomenon of a body എന്താ regain അല്ല, a body withstand in the same position after the removal of deforming force. ഓക്കെ ആണോ? അപ്പൊ അതാണ് പ്ലാസ്റ്റിറ്റി. പ്ലാസ്റ്റിറ്റി ആണ് ഡിഫോമിംഗ് ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാലും ആ ബോഡി അതിന്റെ ആ അവസ്ഥയിൽ തന്നെ തുടരണം. അതാണ് എന്ത്?
പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. ഇലാസ്റ്റിറ്റി ആണെങ്കിലോ അത് അതിന്റെ ഒറിജിനൽ കോൺഫിഗറേഷനിലേക്ക് എന്ത് ചെയ്യണം, റീഗെയിൻ ചെയ്യണം. രണ്ട് ഡെഫിനിഷൻ എഴുതിച്ചാൽ മതി. എന്താ ഇലാസ്റ്റിറ്റി? എന്താണ്? The phenomenon of regaining a material into its original configuration after the removal of deforming force, that is elasticity. Plasticity എന്താണ്? A body is said to be in means plastic, or a body shows plasticity if it does not regain its original configuration after the removal of deforming force. That's all. Simple. നിങ്ങളെ മനസ്സിൽ കോൺസെപ്റ്റ് വെക്കുക, അത് വെച്ച് ഡിഫിനിഷൻ ഉണ്ടാക്കിയാൽ മതി ട്ടോ, കാണാതെ പഠിക്കണ്ട. നെക്സ്റ്റ് വൺ ഈസ് എന്താ ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ? ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിലേക്ക് റിപ്പീറ്റഡ്ലി നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ബിക്കംസ് ലെസ് ഇലാസ്റ്റിക്. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് elastic material becomes less elastic due to the repeated action of deforming force on that body. ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിലേക്ക് റിപ്പീറ്റഡ് ആയി എന്ത് ചെയ്യുക, നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് that material becomes less elastic. ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ഫിനോമിന വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? ഇലാസ്റ്റിക് ഫാറ്റീഗ്. ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ കേടായി പോവാണ് ശരിക്കും ചെയ്യുന്നത്. Got it? Okay. What are the limitations of Hooke's law? ഹുക്സ് ലോയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അതിൽ പറയുന്നുണ്ട്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട് അല്ലെ. ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന്, ടെമ്പറേച്ചർ ഷുഡ് ബി എ കോൺസ്റ്റന്റ്, അതൊരു ലിമിറ്റേഷനാ. ടെമ്പറേച്ചർ മാറാൻ പാടില്ല, അതൊരു ലിമിറ്റേഷനാ അല്ലെ. ഒന്നായി. രണ്ടാമത്തെ എന്താണ്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഒരു മെറ്റീരിയലില് ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഹുക്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ വിത്തിൻ ഇലാസ്റ്റിക്. അപ്പൊ എന്താ ഹുക്സ് ലോ? എന്താണ്? Within elastic limit at constant temperature the stress on a body is directly proportional to strain ആണ്. അപ്പൊ അതിൽ പറഞ്ഞ ആ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്ത് ചെയ്യാ, ലിമിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റും. വാട്ട് ഈസ് ആൻ ഇലാസ്റ്റോമർ? ഇലാസ്റ്റോമർ എന്താ? ഗിവ് എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് പറഞ്ഞു. ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? റബ്ബർ ഉണ്ട്, അയോട്ട, ബ്ലഡ് വെസൽ അയോട്ട. ഇലാസ്റ്റോമർ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ മെറ്റീരിയൽ വിച്ച് പ്രൊഡ്യൂസസ് ലാർജ് സ്ട്രെയിൻ when a small amount of stress is applied. ഓക്കെ, ഇത് ഭയങ്കര സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുക. ചെറിയ സ്ട്രെസ്സിൽ ഹ്യൂജ് എമൗണ്ട് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലാസ്റ്റോമേഴ്സ് എന്ന് വിളിക്കുക. ഫോർ ദാറ്റ് മെറ്റീരിയൽ, ആ മെറ്റീരിയലിന് there is no plastic range. പ്ലാസ്റ്റിക് റേഞ്ച് ഇല്ല, പ്ലാസ്റ്റിക് ബിഹേവിയർ ഇല്ല. ഓക്കെ, ഇലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ഫ്രാക്ചർ പോയിന്റ് ആർ ദ സെയിം. ഫ്രാക്ചർ പോയിന്റും അതേപോലെ ഇലാസ്റ്റിക് ലിമിറ്റും സെയിം ആണ്, പ്ലാസ്റ്റിക് റീജിയനില. സോ ഗ്രാഫ് വിൽ ബി, നേരത്തെ കാണിച്ചു, ലൈക്ക് ദിസ്. ദ സ്ട്രെസ്. ഓക്കെ, ഇവിടെ കുളത്തുണ്ടാവില്ല കേട്ടോ മക്കളെ, ഇത് കുളത്തില്ലേ, എക്സാം എഴുതി വെക്കരുത്. ഇവിടെ സ്ട്രെസ്, ഇവിടെ എന്താ സ്ട്രെയിന്. ഗ്രാഫ് ഇതാണ് മക്കളെ എന്ത്? ഫ്രാക്ചർ പോയിന്റ്. അത് തന്നെയാണ് എന്ത്? ഇലാസ്റ്റിക് ലിമിറ്റും. മനസ്സിലായിക്കണ? റെഡി? ഓക്കെ, ഈ ഗ്രാഫും വരച്ചേക്കേണ്ടി കേട്ടോ, സൂപ്പർ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ആ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആ മക്കളെ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. VVIP. Listen. The stress strain graph of two materials A and B are shown below. A and B. State the law which relates stress with strain. Ada Hooke's law. ഏത് ലോ ആണ്? സ്റ്റേറ്റ് ദ ലോ. ലോ സ്റ്റേറ്റ് ചെയ്യണം. ഹുക്സ് എന്താ? at constant temperature within elastic limit stress on a body is directly proportional to strain. Yes, mark it. Which of the two materials is more ductile? ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ എന്നുള്ള മക്കളെ? ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ സാധിക്കുന്നതാണ്. വലിച്ചു നീട്ടാൻ സാധിക്കുക ആരാണ്? അവിടെ നോക്കടാ, ഇവിടെ എ എന്ന മെറ്റീരിയലും ബി എന്ന മെറ്റീരിയലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആർക്കാണ് കൂടുതൽ? നോക്കിക്കേ, അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ഇത് ഫ്രാക്ചർ പോയിന്റ്. ഓക്കെ, ഇവിടെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ഇവിടെ ഫ്രാക്ചർ പോയിന്റ്. റെഡി? സോ അവർ തമ്മിലുള്ള ആ ഗ്യാപ്പ് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം. ഇവിടെ ഈ സ്ട്രെയിനിൽ തന്നെ ബ്രേക്ക് ആവും. ഇവിടെ കുറച്ചും കൂടി സ്ട്രെയിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? സോ ലിസൺ, ഇതാണ് കൂടുതൽ എന്ത്? ഡക്റ്റൈൽ. അങ്ങനെ പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ പറ്റുക. കൂടുതൽ സ്ട്രെയിൻ ഉള്ളപ്പോഴല്ലേ? സ്ട്രെയിൻ കൂടുക എന്താ? നീളം വെക്കൽ കൂടുക. അപ്പൊ സ്ട്രെയിൻ കൂടുതൽ ആർക്കാണോ കിട്ടുക അവരായിരിക്കും എന്ത്? മോർ എന്ത്? ഡക്റ്റൈൽ. അത് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ് ഓർ നോ? യെസ്.
ക്ലിയർ ആവുണ്ടോ? നമുക്ക് വേഗം തീർക്കണം. നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം. സോ പെട്ടെന്ന് യെസ് ഓർ നോ പെട്ടെന്ന് പറ. Yes. Okay, good. So listen. Next one. Next one is a steel wire of length 1.5 meter and diameter 25 centimeter is loaded with a force 98 Newton. ശ്രദ്ധിക്കുക, ഒരു സ്റ്റീൽ വയർ ഉണ്ട്. ആ സ്റ്റീൽ വയറിന്റെ ലെങ്ത് നിങ്ങൾക്ക് അറിയാം, എൽ അറിയാം. ഡയമീറ്റർ എത്രയാ മക്കളെ? 25 സെന്റിമീറ്റർ. സോ റേഡിയസ് ഈസ് 25/2 സെന്റിമീറ്റർ. ഓക്കെ, നൗ ഇവിടെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. എത്ര? 98 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ദ ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് വയർ ഈസ്, അപ്പൊ ഡെൽറ്റ എൽ എത്രയാണ്? 1.5 10⁻⁻⁴ മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ടെൻസൈൽ സ്ട്രെസ്. എങ്ങനെ കാണുക? ടെൻസൈൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് 98 ആണ്. ഏരിയ എങ്ങനെ കാണുക? πr². പൈ ഇൻറ്റു ആർ എത്രയാ മക്കളെ? 25/2 ഇൻറ്റു 10⁻². എന്തിനാ? സെന്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കാൻ. അതിന്റെ എന്തുണ്ടാവൂടോ? സ്ക്വയർ ഉണ്ടാകും. റെഡി? സോ ഇത് സോൾവ് ചെയ്താൽ മതി. എന്ത് കിട്ടി? സ്ട്രെസ് കിട്ടി. ഇനി അടുത്ത എന്താ? ആൻഡ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി വയർ. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറഞ്ഞാൽ മക്കളെ ഡെൽറ്റ L/L ആണ്. ഡെൽറ്റ L/L ആണ് കാണാൻ പറഞ്ഞത്. ഡെൽറ്റ L/L എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഫ്രം ഹിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്ക് തന്നിട്ടില്ല. അത് തന്നാലേ നമുക്ക് എന്ത് കാണാൻ കഴിയുള്ളൂ? സ്ട്രെയിൻ കാണാൻ കഴിയുള്ളൂ. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ ഇവിടെ ശരിക്കും തരിക യങ്സ് മോഡുലസ് തരിക കേട്ടോ. സോ സ്ട്രെസ് നമ്മൾ നേരത്തെ കണ്ടു, ഫോഴ്സ് ബൈ ഏരിയ വെച്ചിട്ട്. ബൈ എന്ത് ചെയ്താൽ മതി? യങ്സ് മോഡുലസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ വയർ തരും. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്. Next one. A typical stress strain graph of a metallic wire is shown. ഒരു ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ശ്രദ്ധിക്കുക, ഒരു മെറ്റാലിക് വയറിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോ മക്കളെ. ലിസൺ. റൈറ്റ് ദ നെയിം ഓഫ് ദി പോയിന്റ് ബി ലേബിൾഡ് ഇൻ ദ ഗ്രാഫ്. ഈ ബി എന്ന പോയിന്റിൽ എന്താണ് ബി എന്ന പോയിന്റ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ എന്ന പോയിന്റ് എന്താ മക്കളെ? ദാറ്റ് ഈസ് പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്. മറന്നു പോവണ്ട, ഞാൻ ഡീറ്റെയിൽ ആയി ഈ ഗ്രാഫ് പഠിപ്പിച്ചതാ, കൃത്യമായി പഠിപ്പിച്ചതാ. എന്താ? എ ഈസ് പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്. ബി എന്താണ്? ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ലിമിറ്റ്. മാറിപ്പോവല്ലേ. സി എന്താണ്? yield പോയിന്റ്. ഡി എന്താണ്? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. ഇ എന്താണ്? ഫ്രാക്ചർ പോയിന്റ് ആണ്. ചോദിക്കും. ഇനി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈ കർവില് ഈ ഗ്രാഫിന്റെ ഈ ആംഗിളിന്റെ ടാൻ എടുത്താൽ, സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടും. ആ ഗ്രാഫുമായി ബന്ധപ്പെട്ട LY നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ഈസി ആയിട്ട്. ഓക്കെ, യെസ്. ശ്രദ്ധിക്കുക, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിൽ നിങ്ങൾക്ക് ഈ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ തെറ്റിക്കാൻ. അവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയും, yield പോയിന്റ് എന്നൊക്കെ പറയും. അത് തെറ്റാണ്. സി ആണ് yield പോയിന്റ്. ബി എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ സംശയം ചോദിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഫോർ മെറ്റീരിയൽ ലൈക്ക് കോപ്പർ ദ പോയിന്റ്സ് ഡി ആൻഡ് ഇ ആർ ഡാഷ്. ഓക്കെ, ഡി എന്ന പോയിന്റും ഇ എന്ന പോയിന്റും എന്താണ്? കോപ്പർ എന്ന മെറ്റീരിയലിന്. കോപ്പർ എന്താ മക്കളെ? വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാ. അതുകൊണ്ട് ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റ് തമ്മിലുള്ള അകലം വളരെ കൂടുതലാവണം. സോ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ അതെന്താ? ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരിക്കും. ഞാൻ പറഞ്ഞു നല്ലോണം സ്ട്രെയിൻ കിട്ടും. ഓക്കെ, സോ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ് കോപ്പർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും അതുപോലെ ഫ്രാക്ചർ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലാണ്, അടുത്താവില്ല. സോ ക്ലോസ് അല്ല,
far apart ആണ് വരിക. Yes or no? Yes, yes, yes. Okay. Ambili Selish. എന്താ പറഞ്ഞ സർ ഓൾറെഡി ആൻസർ ഉണ്ടല്ലോ. സോ വാട്ട് ദ യൂസ് ഓഫ് ആസ്കിങ്? എന്താ ആൻസർ? ഓക്കെ ഓക്കെ ആൻസർ ഓക്കെ ഇതിൽ ആൻസർ ഉണ്ട്. സോറി ഇതാ ഇതിൽ ആൻസർ ഉണ്ട്. ഓക്കെ ആൻസർ ഉണ്ടായിക്കോട്ടെ. ആൻസർ ഉണ്ട് വിചാരിച്ച് എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ ആൻസർ ഇത് കട്ട് ചെയ്ത സമയത്ത് ആൻസർ കുടുങ്ങി പോയതാ കേട്ടോ. ആൻസർ റിമൂവ് ചെയ്യാൻ മറന്നു പോയേക്കും. ഓക്കെ എനിവേ ലിസൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറിലായിരുന്നല്ലോ. ഉണ്ടോ? ഇല്ല. ഓ ഇതിലും ഉണ്ട് അല്ലേ. ഇതിലും ആൻസർ ഉണ്ടായിരുന്നു. ഓക്കെ 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 ഫൈൻ. സോ ലിസൺ നെക്സ്റ്റ്. അപ്പൊ ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ? അതെന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ആൻസറിൽ ഇലാസ്റ്റിക് ലിമിറ്റ് ഫാർ അപ്പാർട്ടേ ഉണ്ടാവുള്ളൂ. എക്സ്പ്ലനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി. എന്താണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കീ പോയിന്റ്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ സോ ലിസൺ. അടുത്തതിൽ നമുക്ക് ഇതുണ്ടെങ്കിൽ ഞാൻ വേഗം കട്ട് ചെയ്യല്ല. അടുത്തില്ല. ഓക്കെ ഗുഡ്. സോ ലിസൺ. The stress strain curve of two bodies A and B are given in the figure. എ എന്ന ബോഡിയുടെയും ബി എന്ന ബോഡിയുടെയും എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ടു മെറ്റീരിയൽസ് ഈസ് പ്രിഫറബിൾ ടു ബി യൂസ്ഡ്? ഇതില് ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യാൻ നല്ലത്? നന്നായി ശ്രദ്ധിക്കുക. സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ എന്താണ് പ്രിഫറബിൾ ടു ബി യൂസ്ഡ് ആസ് എന്തോന്നുണ്ടാകും, എന്തിനുള്ള യൂസ് ആണെന്നുള്ളത് ഉണ്ടാകും. ഓക്കെ ആസ് മെറ്റീരിയൽ ഓഫ് ക്രെയിൻ ആയിക്കോട്ടെ. മെറ്റീരിയൽ ഇൻ പിന്നെന്താ ക്രെയിൻ. ക്രെയിന്റെ റോപ്പില്ലേ? ഓക്കെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇങ്ങനെ തന്നുകൊണ്ട് ചോദിക്കുകയാണ് ഇതിൽ ഏത് മെറ്റീരിയലാ മക്കളെ ക്രെയിന്റെ റോപ്പായിട്ട് ഉപയോഗിക്കാൻ നല്ലത്? എ ആണോ ബി ആണോ? വേഗം കൊടുക്ക് വേഗം കൊടുക്ക് വേഗം കൊടുക്ക്. യെസ് 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 വേഗം കൊണ്ട. അമ്പിളി സലീഷ് പറയ് എന്താണ് ആൻസർ? വേഗം പറയ്. എ ആണോ ബി ആണോ? ക്രെയിന്റെ മെറ്റീരിയൽ ആയിട്ട് ക്രെയിന്റെ റോപ്പിന് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ഏതാണ്? എ ആണോ ബി ആണോ? ഇതിൽ ആൻസർ ഇല്ല. വേഗം പറയും വേഗം പറയും. യെസ് ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. വേഗം പറയാം. യെസ് ആൻസർ വന്നു. ആൻസർ വന്നു വന്നുകൊണ്ടിരിക്കുന്നു. യെസ് എ എ എ എ കുറെ പേര് എ പറയുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് സഫ അബൂബക്കർ കറക്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഗുഡ് ഗുഡ് ഗുഡ്. ആൻസർ ഈസ് എ. എന്താ മക്കളെ കാരണം? കറക്റ്റ്. അമ്പിളി സതീഷ് പോയോ? ഓക്കെ സോ ലിസൺ. അപ്പൊ എന്താ മക്കളെ പറ. അപ്പൊ എ ആണ് അല്ലെ? എ ആണ്. സോ ലിസൺ എന്താണ് എ ആവാനുള്ള കാരണം? കാരണം ഈ ഒരു മെറ്റീരിയലിന്റെ സ്ലോപ്പ് കൂടുതലാ, ഇവിടെ സ്ലോപ്പ് കുറവാ. സ്ലോപ്പ് എന്ന് പറയുന്ന സാധനം സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ സ്ലോപ്പ് ആണെന്ത് മക്കളെ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നിർണ്ണയിക്കാം. അപ്പൊ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഏത് മെറ്റീരിയലിനാണോ കൂടുതൽ ആ മെറ്റീരിയലിന്റെ പ്രത്യേകത അവിടെ യൂണിറ്റ് സ്ട്രെയിൻ ഉണ്ടാക്കാൻ നല്ല എന്ത് പ്രൊവൈഡ് ചെയ്യണം? സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലുള്ള മെറ്റീരിയലിന് സ്ട്രെയിൻ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. നല്ലതുപോലെ സ്ട്രെസ് അപ്ലൈ ചെയ്യണം. ഓക്കെ അപ്പൊ എന്താ മക്കളെ? എ എന്ന മെറ്റീരിയലിന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലാണ്. അപ്പൊ ക്രെയിൻ റോപ്പ് എ എന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ നിർമ്മിക്കുകയാണെങ്കിൽ ആ ക്രെയിൻ ഉപയോഗിച്ച് മെറ്റീരിയൽസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ക്രെയിനിലേക്ക് ഫോഴ്സ് വരും. അങ്ങനെ ഫോഴ്സ് വരുന്ന സമയത്ത് ആ ക്രെയിനിന്റെ റോപ്പിന് എന്തുണ്ടാവില്ല? അധികം അതിന് സ്ട്രെയിൻ അധികം ഉണ്ടാവില്ല. അത് അധികം നീളം വെക്കൂലാന്ന്. യൂസ് ദ കൺസെപ്റ്റ്. ഓക്കെ അപ്പൊ അത് സ്ട്രോങ് മെറ്റീരിയൽ ആയിരിക്കും. പെട്ടെന്ന് അത് നീളം വെക്കില്ല. അതവിടുത്തെ കോൺസെപ്റ്റ്. ഓക്കെ അപ്പൊ എന്താണ്? സ്ട്രെസ് സ്ട്രെയിൻ കർവില് ആ സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ അയാൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലാണ്. ആ മെറ്റീരിയൽ എന്തായിരിക്കും മക്കളെ? സ്ട്രോങ് ആയിരിക്കും. യു ഗോട്ട് ഇറ്റ്? യെസ് ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചാണ് മക്കളെ. A rubber band can pull to several items. It's okay. എന്താവട്ടെ? Draw stress strain curve for rubber band. റബ്ബർ ബാൻഡ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് മക്കളെ ഇങ്ങനെ ഉണ്ടാവും. നേരത്തെ കണ്ടു. അടുത്ത് a graph below shows how the force applied to a metal wire is related to the extent ion of the extension ആട്ടോ മക്കളെ. ഇത് എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ സോ ലിസൺ എന്താണ്?
ക്വസ്റ്റ്യൻ എന്താണ്? ഫോഴ്സ് അപ്ലൈഡും എക്സ്റ്റൻഷനും തമ്മിലുള്ള ഗ്രാഫ്. ദാറ്റ് മീൻസ് ഫോഴ്സും ഡെൽറ്റ എല്ലും തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെ തന്നു. റൈറ്റ് ദ ലെറ്റർ ദാറ്റ് കറസ്പോണ്ട്സ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് ഫ്രാക്ചർ പോയിന്റ്. ഇലാസ്റ്റിക് ലിമിറ്റിന്റെയും ഫ്രാക്ചർ പോയിന്റിന്റെയും പോയിന്റ്സ് നിങ്ങൾ കാണിച്ചു തരണം. മക്കളെ പറ. എഫും എല്ലും സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു എന്താ മക്കളെ? സ്ട്രെയിൻ ആണ്. സോ ഇവിടെ സ്ട്രെസ് പറഞ്ഞ ഫോഴ്സ് ബൈ ഏരിയ ഈസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഈ എ എന്ന് പറയുന്ന സാധനവും ഈ എൽ എന്ന് പറയുന്ന സാധനം എന്താ? കോൺസ്റ്റന്റ്സ് ആണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എഫ് ബൈ എ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് കെ ആയിക്കോട്ടെ, കെ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് കൊടുക്കാം. അപ്പൊ ഈ കോൺസ്റ്റന്റും ഈ എല്ലും ഈ എയും കൂടി ഒറ്റ കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ എഫ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ എൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് ഹോൾഡ് ചെയ്യും ആര്? ഫോഴ്സും എഫും ഡെൽറ്റ എല്ലും. ക്ലിയർ? ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യെസ്, നൗ ലിസൺ, ശ്രദ്ധിക്കുക. ഇവിടെ ചോദിച്ചത് ഇലാസ്റ്റിക് ലിമിറ്റ് ഏതാന്നാ. ഇലാസ്റ്റിക് ലിമിറ്റ് ഏതാ മക്കളെ? ഇലാസ്റ്റിക് ലിമിറ്റ് എ തന്നെയാണ്, സംശയിക്കണ്ട. ഇവിടെ ഫ്രാക്ചർ പോയിന്റ് ഏതാന്നാ, സംശയിക്കണ്ട, അത് ഇ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, റെഡി? ക്ലിയർ? all of you clear? yes അല്ലേ? യെസ്. ഇലാസ്റ്റിക് ലിമിറ്റ് അല്ല, മാറിപ്പോയി. എ അല്ല, ബി ആട്ടോ. ബി ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഇലാസ്റ്റിക് ലിമിറ്റ് പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണെങ്കിൽ എ ആണ്. ഇലാസ്റ്റിക് ലിമിറ്റ് ആയതുകൊണ്ട് ഏതാ മക്കളെ? ബി ആട്ടോ. സോറി, പറഞ്ഞു മാറിപ്പോയി. ഓക്കെ, എ അല്ല ബി ആണ്, മാറിപ്പോയതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മക്കളെ ശ്രദ്ധിക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Which is more elastic? Justify your answer. ശ്രദ്ധിക്കണം. സ്ട്രെസ് എക്സ് ആക്സിലും സ്ട്രെയിൻ വൈ ആക്സിലും ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ സ്ലോപ്പ് കൂടിയ ആൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലാണ്. കൂടുതൽ. അയാൾക്ക് എന്താ? എന്ത് കൂടുതലാ? മോർ ഇലാസ്റ്റിക് ആണ്. ആർക്കാണോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലുള്ളത് അയാൾ മോർ ഇലാസ്റ്റിക് ആണ്. അപ്പൊ എക്കാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതൽ, അതുകൊണ്ട് എ എന്താ മക്കളെ? മോർ ഇലാസ്റ്റിക് ആണ്. യു ഗോട്ട് ഇറ്റ്? അപ്പൊ എന്താ ആൻസർ ചെയ്തത്? എ ആണ് മോർ ഇലാസ്റ്റിക്. കാരണം ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് എ ഈസ് ഗ്രേറ്റർ. അതിന്റെ കാരണം ദ സ്ലോപ്പ് ഓഫ് ദ സ്ട്രെയിൻ കർവ് ഓഫ് എ ഈസ് ഗ്രേറ്റർ. ദാറ്റ്സ് ഓൾ. യെസ്. നെക്സ്റ്റ്, which is more elastic, steel or rubber? സംശയം എന്താ? സ്റ്റീല്. എന്താ കാരണം? ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ. ആർക്കാണോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലുള്ളത് അയാളാണ് മോർ ഇലാസ്റ്റിക്. അപ്പൊ സ്റ്റീലിനാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതൽ. കാരണം എന്താ? സ്റ്റീല് വലിച്ചാൽ നീളം വെക്കൂല, ഭയങ്കര പവറിൽ വലിക്കണം. ദാറ്റ് മീൻസ് അതിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. സ്ട്രെങ്ത് കൂടുതലുള്ള ആൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലാണ്. സോ സ്റ്റീലിന് എന്താ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലാണ് റബ്ബറിനേക്കാളും. അതുകൊണ്ട് സ്റ്റീൽ മോർ ഇലാസ്റ്റിക് ആണ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ഹുക്സ് ലോ. പറഞ്ഞു, ഇനി പറയുന്നില്ല. ഡിഫൈൻ സ്ട്രെസ് എന്താ? ഇറ്റ്സ് ദ restoring force developed per unit area. മക്കളെ എന്ത്? സ്ട്രെസ്. What is strain? It is the ratio of change in configuration and original configuration, that is strain. Okay, അടുത്തെന്താ? Define linear strain and volume strain. Linear strain എന്ന് പറഞ്ഞാൽ എന്താ? Linear strain എന്ന് പറഞ്ഞാൽ is a ratio between change in length and original length. Volumetric strain എന്ന് പറഞ്ഞാൽ എന്താ? It's a ratio between change in volume and original volume. You got it? Yes. Next. State the units and dimensions of stress. Newton per meter square or Pascal. Next. A copper wire of 1 millimeter diameter is stretched by applying force 10 Newton. Find stress in the wire. മക്കളെ ഡയമീറ്റർ മില്ലിമീറ്ററിലാണ്. അപ്പൊ റേഡിയസ് 0.5 മില്ലിമീറ്റർ വരിക. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ 0.5 into 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മീറ്റർ ആയി മാറി. അടുത്ത് ഫോഴ്സ് 10 ആണ്. അപ്പൊ സ്ട്രെസ് കാണണം. വാട്ട് ഈസ് സ്ട്രെസ്? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എത്രയാ? 10. ഏരിയ എത്രയാ? പൈ ഇൻറ്റു r². r എത്രയാ? 0.5 10⁻³ ന്റെ സ്ക്വയർ ഉണ്ടാകും. ചെയ്ത ആൻസർ ആയി. സിമ്പിൾ.
Hooke's law states that stress is okay. What is the necessary condition for the above law to be valid? എന്താണ്? Within elastic limit and at constant temperature. ആയാലേ അത് വാലിഡ് ആവുള്ളൂ അല്ലേ? Explain with the help of NEET graph the relation between stress, strain and strain for a given solid with increase in tension. ഒന്നുമില്ല എടാ മക്കളെ, എന്താ പറയാൻ പറഞ്ഞത്? Explain with the help of a graph. Stress strain curve ഇല്ലേ, അത് വരക്കണം. The relation between stress and strain. സ്ട്രെസ്സും സ്ട്രെയിൻ തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക? പറയാ. For a given solid material under increasing tensile stress. ടെൻസൈൽ സ്ട്രെസ് കൂടുമ്പോൾ ആ ബോഡിയിൽ സ്ട്രെസ്സും സ്ട്രെയിൻ തമ്മിലുള്ള ബന്ധം പറയാൻ ഒന്നുമില്ല മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഗ്രാഫ് വരയ്ക്കുക. സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുക. ലൈക്ക് ദിസ്. ഓക്കെ, വരയ്ക്കുക. ഓക്കെ, സോറി ഞാൻ അല്ല, കുറച്ച് ഇങ്ങനെ ലൈക്ക് ദിസ് ഡെക്ടൈലിന്റെ ഗ്രാഫ് ഇങ്ങനെ വരും അല്ലെ. അപ്പൊ ഇവിടെ ഇത് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എ മാർക്ക് ചെയ്യുക, ഇലാസ്റ്റിക് ലിമിറ്റ് ബി മാർക്ക് ചെയ്യുക, ഈൽഡ് പോയിന്റ് സി മാർക്ക് ചെയ്യുക, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡി മാർക്ക് ചെയ്യുക, ഫ്രാക്ചർ പോയിന്റ് ഇ മാർക്ക് ചെയ്യുക. സോ ഇവിടെ ഇവിടുന്ന് സ്ലോപ്പ് എടുക്കുക തീറ്റ, ദാറ്റ് ഈസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയിരിക്കും. അവിടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടും. ജസ്റ്റ് ആ വരയ്ക്കുക, അവസാനം എഴുതുക, ആൻസർ ആയിട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് സ്ട്രെസ് മക്കളെ ശ്രദ്ധിച്ചോ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് for two wires of two materials A and B. A and B in the stress strain curve ഉണ്ട്. Which material is more ductile? ഒരു സംശയം വേണ്ട. A is more ductile. When a spring balances are continuously used for long time, they show wrong reading. Explain why. ഒരു സ്പ്രിംഗ് ബാലൻസ് സ്പ്രിംഗ് ഉണ്ടാവും അല്ലെ, അത് കുറെ കാലം യൂസ് ചെയ്യുമ്പോൾ അത് റോങ് റീഡിംഗ് കാണിക്കും. എന്താ കാരണം? അതിന്റെ കാരണം ഇലാസ്റ്റിക് ഫെറ്റീഗ് ആണ്. അതായത് എന്താ മക്കളെ സംഭവിക്കുന്നത്? അതിന് നമ്മൾ ഇങ്ങനെ ഫ്രീക്വന്റ് ആയി ലോഡ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറെ ലോഡ് കൊടുത്ത് ദാറ്റ് മെറ്റീരിയൽ ബിക്കംസ് ലെസ് ഇലാസ്റ്റിക്. അപ്പൊ ആ ഇലാസ്റ്റിക് ബിഹേവിയർ മാറിക്കഴിഞ്ഞാൽ അതിന്റെ മെഷർമെന്റിലും എന്ത് ചെയ്യും? മാറ്റം വരും. അപ്പൊ അവിടെ കാരണം എന്താണ്? ഇലാസ്റ്റിക് ഫെറ്റീഗ് ആണ് കാരണം. സ്പ്രിംഗ് ബാലൻസിൽ സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുക. അവിടെ എന്താണ്? ഫ്രീക്വന്റ് ആയി ലോഡ് കൊടുത്തുകൊണ്ടിരുന്നാൽ കുറെ കാലം കഴിയുമ്പോൾ അതെന്താണ്? ഇലാസ്റ്റിക് ഫെറ്റീഗ് ഒക്കെ അറിയും കേട്ടോ. റെഡി? യെസ് ഓർ നോ? സോ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് കംപ്ലീറ്റ് ആക്കി. മക്കളെ, ഫ്ലൂയിഡ്സിലേക്ക് വേണ്ട ഇൻപുട്ട് ഞാൻ തരാം, നിങ്ങൾ ഇപ്പൊ പോയി പഠിച്ചോ. ഫ്ലൂയിഡ്സിലേക്ക് പഠിക്കേണ്ട കാര്യം ഒന്ന്, പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. രണ്ടാമത്തത് പാസ്കൽ ലോന്റെ പ്രൂഫ് പഠിക്കണം. ഓക്കെ, പ്രൂഫ് പഠിക്കണം. മൂന്നാമത്തെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇല്ലേ, അവിടുന്ന് പ്രോബ്ലം പഠിക്കണം. അവിടുത്തെ ഹൈഡ്രോളിക് ലിഫ്റ്റിംഗ് ഒക്കെ അറിയാം. എന്താണ്? F1 by A1 is equal to F2 by A2 എന്നുള്ള ആ റിലേഷൻ വെച്ചുള്ള പ്രോബ്ലം ചോദിക്കും. ഓക്കെ, പിന്നെ പഠിക്കേണ്ടത് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നിങ്ങൾ പഠിച്ചാൽ മതി. ബെർണോളി പ്രിൻസിപ്പിൾ എന്താന്നുള്ളതും അതിന്റെ പ്രൂഫും പഠിക്കണം, മറന്നു പോവണ്ട. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബെർണോളി പ്രിൻസിപ്പിൾ അതിന്റെ പ്രൂഫ്. ഓക്കെ, പിന്നെ അത് വെച്ചുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചാലായി അത്രേ പറയാൻ കഴിയുള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ്. ഇത്രയും നിങ്ങൾ പഠിക്കേണ്ടി, ഇത്രയും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ വേഗം പോയി പഠിക്കുക. 12:30 ഇനി നമുക്ക് ഒന്നര മണിക്കൂർ സമയമുണ്ട്. അതിലെന്ത് ചെയ്യുക? ഒരു ഹാഫ് ആൻ അവർ എന്ത് ചെയ്യുക? നിങ്ങൾ ഫ്ലൂയിഡ്സിന് മാറ്റി വെക്കുക. ഓക്കെ, ഒരു 1 അവർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? തെർമലും തെർമോഡൈനാമിക്സും കൈനറ്റിക് ഓഫ് ഗ്യാസും ഓസിലേഷനും വേസ്റ്റും കൂടി ഓടിച്ചു നോക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, 9 ചാപ്റ്റേഴ്സ് നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഇനിയില്ല, അത്ര ക്വസ്റ്റ്യൻസ് മതി. നിങ്ങൾ മോഡൽ എക്സാമിന് പോകുമ്പോൾ ഈ 3 വീഡിയോസ് കൃത്യമായി കണ്ടുപോയാൽ ഇതിനപ്പുറത്തേക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ചോദിക്കാനില്ല, ചോദിക്കൂല. 100% ഷുവറാ. അത് മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇതിന്റെ മുകളിലേക്ക് ഇനി ചോദിക്കൂല. അതിന്റെ മുകളിലേക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയൂല, വേറെ കാര്യം. ഓക്കെ, അത് പിന്നെ എൻട്രൻസ് ലെവലിലേക്ക് പോകേണ്ടി വരും കേട്ടോ. ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പാസ്കൽ ലോന്റെ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോളിക് ബ്രേക്ക്. ഓക്കെ, അത് അത്രമാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കൂല. ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്കൽ ലോന്റെ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ജാം. ഒക്കെ നമുക്ക് അതിലേക്ക് ബ്രേക്കും ജാക്കും പഠിച്ചാൽ മതി. അതിൽ ഹൈഡ്രോളിക് ജാക്കിന്റെ കേസിൽ പ്രോബ്ലം ചോദിക്കും. അവിടെ F1 by A1 is equal to F2 by A2 എന്നുള്ള ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക, 2 പിസ്റ്റന്റെ എടുത്ത്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഫ്ലൂയിഡ്സ് പഠിക്കാനുള്ളത്. റെഡി അല്ലേ മക്കളെ? സോ ഫ്ലൂയിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ അത് പഠിക്കുക കേട്ടോ, സിമ്പിൾ ആയിട്ട്. അതുപോലെ തന്നെ ബെർണോളി പ്രിൻസിപ്പിൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ, ബെർണോളി പ്രിൻസിപ്പിൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ കുറയും. അതിന്റെ കാരണം എന്താണ്? ബെർണോളി പ്രിൻസിപ്പിൾ.
യു ഗോട്ട് ഇറ്റ്? അത് മനസ്സിൽ വെച്ചോണ്ടു. ഒരു ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കൂടിയാൽ അതിന്റെ പ്രഷർ എന്ത് ചെയ്യും മക്കളെ? കുറയും. അത് ബെർണോളി പ്രിൻസിപ്പിൾ പ്രകാരമാണ്. അപ്പൊ എന്താണ് ബെർണോളി പ്രിൻസിപ്പിൾ എന്നുള്ളത് പഠിക്കുക, അതിന്റെ പ്രൂഫ് ഒക്കെ പോയി പഠിക്കുക കേട്ടോ. അപ്പൊ വേഗം ചെല്ലുക, വേഗം പോയി നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലേക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കുക. ഇനിയുള്ള ഈ ഫ്ലൂയിഡ്സും അതുപോലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും തെർമോഡൈനാമിക്സും കൈൻ തിയറി ഓഫ് ഗ്യാസും ഓസിലേഷൻസും വേവ്സും ഇത്രയും ചാപ്റ്റേഴ്സിന്റെ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എപ്പോ തരും? നിങ്ങളുടെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പില്ലേ, ഏത് എക്സാമിന്റെ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ ഞാൻ ഇതിന്റെ ക്ലാസ്സും കൂടെ തരും. അതും കൂടെ തന്നാൽ എല്ലായി, പിന്നെ ഒന്നുമില്ല. ഓക്കെ, ഇന്ന് ഈവനിങ് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഇന്ന് ഈവനിങ് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും. എക്സാം കഴിഞ്ഞ് 3:45 ഞാൻ ക്വസ്റ്റ്യൻ ലൈവിൽ ഉണ്ടാകും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വരിക കേട്ടോ. ഓക്കെ, സോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, ഇനി നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.